Hi and welcome to a new video lecture on MEL 201 machine drawing. So in this lecture video, we'll be in detail looking into how to plot a riveted joint. Now before going to the topic, you should know what a rivet actually is, right? I think you might have already seen what a rivet is like, or how a rivet looks like and all, right? So you can see rivet is a simple mechanism that is used, or you can call it as a simple tool which is used to join two pieces of sheet metals. Okay, so a good example is the boilers. Okay, you might have seen already in boilers and all. Number of rivets are used to make it a leak-proof joint, right? Along the longitudinal direction, you can see a number of rivets. Along the circumferential direction, also you can see a number of rivets. If you have seen a boiler, right? Okay, now we'll see in detail what basically a rivet is. Okay, a rivets look like something like this. Okay, so it is having three main parts. First one is the head of the rivet. The second is the central cylindrical portion, which is the shank or body of the rivet, and the bottom part is the tail of the rivet. Okay, so it something looks like this. Okay, it's a type of, I think it's a part of a boiler joint. Okay, it looks something like this. These are the rivets, right? All these are rivets. So its main three parts are these things. First one is a head, a shank, and a tail part. Okay. Okay, നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യാൻ നോക്കാം. Okay, basically നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ see it is basically used to join two pieces of sheet metals. Okay, so normally two sheet metals are kept something like this, and then a hole is drilled in between this. Okay, and then uh, the rivet is made to is inserted in this one. Okay, എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് റിവറ്റിനെ കടത്തി വിടും. ഇതുപോലെയാണ് ഉണ്ടാവുക. റിവറ്റിനെ ഇതുപോലെ കടത്തി വിടും. Okay, അതിൻ്റെ ബോഡി പോർഷൻ and then the tail portion. Okay, now റിവറ്റിംഗ് ചെയ്യുന്നത് രണ്ട് തരത്തിൽ റിവറ്റിംഗ് ചെയ്യാം. ഒന്ന് കോൾഡ് റിവറ്റിംഗ് എന്ന് പറയും. രണ്ടാമത്തെ പ്രോസസ്സിനെ ഹോട്ട് റിവറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയും. കോൾഡ് റിവറ്റിംഗ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഹാമർ ദ ബോട്ടം സ്പേസ്. ഓക്കെ, ഇതിനെ ഹാമർ ചെയ്തിട്ട് വിൽ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദിസ് വൺ. ഓക്കെ, ഹോട്ട് റിവറ്റിംഗ് ആണ് പ്രോസസ് എങ്കിൽ കോൾഡ് റിവറ്റിംഗ് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ. സാധാരണ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ ഹാമറിംഗ് പ്രോസസ് നടക്കുന്നത്. ഹോട്ട് റിവറ്റിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഹീറ്റ് ദിസ് വൺ ടു എ വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് ദെൻ വിൽ ഇൻസേർട്ട് ഇറ്റ് ത്രൂ ദ ഹോൾ. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ വിൽ കീപ്പ് എ ഡൈ. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ റിക്വയർഡ് ഷേപ്പിലുള്ള ഒരു ഡൈ ഇവിടെ കീപ്പ് ചെയ്ത് ആൻഡ് വിൽ അപ്ലൈ എ ഫോഴ്സ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ തന്നെ ഹീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് വെരി ഈസിലി ആൻഡ് വിൽ ഗിവ് യു എ ടൈറ്റ് ലീക്ക് പ്രൂഫ് ജോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ലീക്ക് പ്രൂഫ് ജോയിന്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഹോട്ട് റിവറ്റിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സാധനം വീണ്ടും കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ജോയിന്റ് ആയിട്ട് അവിടെ നിൽക്കും ആൻഡ് ദാറ്റ് വിൽ ബിക്കം എ ലീക്ക് പ്രൂഫ് joint, right? So namely mostly in boilers this hot riveting process is used, right? Okay, അപ്പോൾ ഇതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പിന്നെ സാധാരണ യൂസ് ചെയ്യുന്ന ഫയലുകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ അതിൽ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള പോർഷനിൽ ഒരു സംതിങ് ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കാണും. അത് ടൈപ്പ് ഓഫ് റിവറ്റ് ആണ്, ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് റിവറ്റ് ആണ്, റൈറ്റ്? അതിന്റെ കേസിൽ അത് ഇൻസേർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഡൈ വെച്ചിട്ട് വിൽ പഞ്ച്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കും, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവറ്റ്സ് നോക്കാം. ടൈപ്സ് ഓഫ് റിവറ്റ് based on the head. Okay, head portion different sizes and the different types of rivets. Okay, so these are the different types of rivets, rivet heads for general purpose. Okay, so how will you plot this rivet? നമുക്ക് ഇതിനെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. Okay, so initially to plot this one, so what you need to do is first of all draw the axis. Okay, first of all draw the central axis. Okay, plot the central axis. Now the diameter of the rivet. Okay, you have to find the diameter of the rivet. അത് എങ്ങനെ കാണാം എന്നുള്ളത് പറയാം. അപ്പോൾ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ just mark 2 points and then draw the diameter. Okay, so sorry, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ സിലിണ്ടറിക്കൽ പോർഷൻ അല്ലെങ്കിൽ ഷാങ്ക് പോർഷനെ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഷാങ്ക് പോർഷനെ കൺസ്ട്രക്ട് ചെയ്യുക. Construct the shank portion. Okay, now the next thing is to draw this length. Okay, total length. See, diameter shank portion the diameter d ആണെങ്കിൽ, okay, then
this distance you have to take it as 1.60. Okay, so you can take 1.6d, 1.6d എടുക്കുക. See your portion, you will get it something like this. Okay, now അതിനുശേഷം the height of this one is 0.70 കാരണം എല്ലാ ഡയമെൻഷനും വിത്ത് റെസ്പെക്ട് ടു ഈ ഡയാമീറ്ററിലാണ് എല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ടേക്ക് 0.7d, ഒരു സംഭവം അറൗണ്ട് ഈ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് എ ന്യൂ പോയിന്റ്, അത് ആ പോയിന്റിൽ കൂടെ പ്ലോട്ട് ചെയ്യും. റൈറ്റ്, 0.70. Now name this as A. Let this point be, let this end point be, നമുക്ക് നേരത്തെ കൊടുത്ത പോയിന്റിന് C എന്ന് കൊടുക്കാം. As per this, right, രണ്ട് പോയിന്റും കിട്ടി. ഇനി എന്ത് വേണം, നമുക്ക് ഈ ഒരു കർവ്, ഹെമിസ്ഫെറിക്കൽ കർവ് വരക്കണം അല്ലെ. ഇത് വരക്കണമെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദിസ് പോയിന്റ് അല്ലെ. റേഡിയസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, join these two points A and C. Okay, join this A and C. Okay, അത് ലൈറ്റ് ലൈൻ ആയിരിക്കണം കാരണം കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. ഡാർക്ക് ലൈൻ ആവരുത്, ലൈറ്റ് ആയിരിക്കണം, മായ്ച്ച് കളയുകയും ചെയ്യരുത് കൺസ്ട്രക്ഷൻ ലൈൻസ്. ഓക്കെ, ആൻഡ് ദെൻ ടേക്ക്, ഇത് മൊത്തം ലെങ്ത് നമുക്കറിയാം, യൂസിങ് എ കോമ്പസ് ആൻഡ് എ പെൻസിൽ എന്ത് ചെയ്യുക, ടേക്ക് മോർ ദാൻ ഹാഫ് ഓഫ് ദിസ് വൺ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു ആർക്ക് വരക്കുക. അഗെയിൻ ഈ എ എന്നുള്ള പോയിന്റ് നിന്നും ടേക്ക് മോർ ദാൻ ഹാഫ് ആൻഡ് ദെൻ കട്ട് ദിസ് ആർക്ക്, കട്ട് ദിസ് ആർക്ക്. ഓക്കെ, ആൻഡ് ദെൻ join these two points. Okay, now if you join these points, this will meet at somewhere here. Okay, ഒരു പോയിന്റ് ഇവിടെ മീറ്റ് ചെയ്യും. Okay, that point is actually the center of this hemisphere. Okay, just name it as O, and then with this O as a center and this OC as a radius, OC as the radius, just draw the curve. Okay, just draw the curve, you will get the curve. That's it. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സിമ്പിൾ റിവറ്റ്, സ്നാപ്പ് ഹെഡ് റിവറ്റ് പ്ലോട്ട് ചെയ്യാം. നമുക്ക് അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവറ്റ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ കേസിൽ നമുക്ക് സ്നാപ്പ് ഹെഡ് റിവറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റ് വരച്ചാൽ മതി. ഈ ഒരു ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നിക്. ഓക്കെ, സിമിലർലി ഡിഫറെൻറ്റ് വീണ്ടും റിവറ്റ് ഹെഡ്സ് ഫോർ ബോയിലർ ജോയിൻസിൻ്റെ കേസ് ഉണ്ട്. അതിനും ഒരു സ്നാപ്പ് ഹെഡ് ടൈപ്പ് തന്നെ ഉണ്ട്. ഇതിലാകെ ഒരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് 0.130. നമ്മൾ ബേസിക് പർപ്പസിൽ വി ക്യാൻ ഗോ വിത്ത് ദിസ് സ്നാപ്പ് ഹെഡ് ടൈപ്പ് ഓഫ് റിവറ്റ്. ഓക്കെ, and now basically there are different types of rivets. Okay, അതിൽ രണ്ട് മെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് എന്നാണ്. ഒന്ന് ലാബ് ജോയിന്റും രണ്ടാമത് ബഡ് ജോയിന്റും ആണ്. ഓക്കെ, എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, if you are keeping the rivet keeping the sheet metal one over the other, ഇതുപോലെ വെക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് പ്ലേറ്റ് വെച്ചു, അതിന്റെ മേളിൽ അടുത്ത പ്ലേറ്റ് വെച്ചു, ഇത്തരത്തിലാണ് നമ്മൾ റിവെറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു റിവെറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു ലാപ്പ് ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ ലാപ്പ് ജോയിന്റ് ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് ഒരു ഹോൾ അടിച്ചിട്ട് ഇവിടെ റിവെറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ ലാപ്പ് ജോയിന്റ്. ബഡ് ജോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വെക്കുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ട് പ്ലേറ്റിനെയും സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചു. സോ ബഡ് ജോയിന്റിന്റെ കേസിൽ രണ്ട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെക്കും, ഫസ്റ്റ് പ്ലേറ്റ് ആൻഡ് സെക്കൻഡ് പ്ലേറ്റ്, ആദ്യത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ്. ഓക്കെ, പക്ഷെ ഇതിനെങ്ങനെ റിവെറ്റ് ചെയ്യും? റിവെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇതിന്റെ മുകളിൽ ഓരോ സ്ട്രാപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ മുകളിലൊരു സ്ട്രാപ്പ് ഇതുപോലെ ഇൻസ്റ്റോൾ ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ വിൽ റിവെറ്റ്. ഓക്കെ, ഇനി റിവെറ്റ് ചെയ്യുമ്പോൾ എന്താണോ രണ്ട് സൈഡിലും റിവെറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇത് ഈ ഒരു ടൈപ്പ് റിവെറ്റിനാണ് നമ്മൾ പറയാ സിംഗിൾ സ്ട്രാപ്പ്, സിംഗിൾ റിവെറ്റഡ് ജോയിന്റ് ആണ്. സിംഗിൾ സ്ട്രാപ്പ് സിംഗിൾ റിവെറ്റഡ് ജോയിന്റ് ആണ്. കാരണം ഒറ്റ സ്ട്രാപ്പേ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ളൂ, അതേപോലെ ഒരു റോല് മാത്രമേ റിവെറ്റ് ഉള്ളൂ. നേരെ കുറച്ച് ഇവിടെ ഇത് സ്ട്രാപ്പ് നമുക്ക് സ്പെസിഫൈ ചെയ്യണ്ട, കാരണം സ്ട്രാപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന എവിടെയാണ്, ഡബിൾ റിവെറ്റഡ് ജോയിന്റ് കേസാണ്. ലാബ് ജോയിന്റ് കേസിൽ ഇറ്റ് ഇസ് എ സിംഗിൾ റിവെറ്റഡ് ജോയിന്റ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഡബിൾ സ്ട്രാപ്പ് ഉണ്ട്. ഇത് എപ്പോഴാണ് ഡബിൾ സ്ട്രാപ്പ് ആകുമെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു സ്ട്രാപ്പ് കൂടെ വെക്കാനുള്ള പ്രൊവിഷൻ എനിക്കുണ്ട്. ഇവിടെ രണ്ട് സ്ട്രാപ്പ് ഞാൻ വെച്ചിട്ട് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് റിവെറ്റ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ബിക്കംസ് എ ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ്. ഓക്കെ, രണ്ട് സ്ട്രാപ്പ് വരെ വെക്കാനുള്ള പ്രൊവിഷൻ എനിക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഈ രണ്ട് ടൈപ്പിൽ തന്നെ നമുക്ക് വീണ്ടും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതിനെ ഈ ലാബ് ജോയിനിൽ തന്നെ there are different categories. Okay, ഇത് വളരെ important ആണ് as far as your drawings are concerned. Okay, so here
ഇതിനെ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ സിംഗിൾ റിവറ്റഡ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലെ. എനിക്കിത് രണ്ട് റോയിൽ വേണമെങ്കിൽ റിവറ്റ് കൊടുക്കാം അല്ലെ, ഇങ്ങനെയും കൊടുക്കാം. ഇതിപ്പോ എന്തായി, ഡബിൾ റിവറ്റഡ് ആയി. രണ്ട് റോയിൽ ഡബിൾ റിവറ്റഡ്. അപ്പൊ ഇതിന്റെ ടോപ്പ് പോർഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. ഇതിന്റെ ടോപ്പ് പോർഷൻ ഞാൻ ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ എടുക്കുകയാണെങ്കിൽ, ടോപ്പ് വ്യൂ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെ രണ്ട് റോയിൽ വരും. അതിന്റെ സൈഡ് വ്യൂ ആണ്. യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, അത് ലാപ്പ് പെട്ടെന്ന് ഓഫ് ആയതാണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സി ഡബിൾ റിവറ്റഡ്. ഇതാണ് ഡബിൾ റിവറ്റഡ് ആണ്, കാരണം രണ്ട് റോയിലാണ് റിവറ്റഡ് ഉള്ളത്. അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. റൈറ്റ്, ഇത് ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. റൈറ്റ്, ഓക്കെ. നൗ സിമിലർലി ഡബിൾ സ്ട്രാപ്പിന്റെ കേസിൽ ഡബിൾ റിവറ്റഡ് ആവണമെന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ, എഗെയിൻ ഇവിടെ ഇത് രണ്ട് റിവറ്റഡ് ആയി. അതേപോലെ രണ്ട് സൈഡിലും വരണം. നമ്മൾ ഡബിൾ റിവറ്റഡ് ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 4 റോളാണുള്ളത്, പക്ഷെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഡബിൾ റിവറ്റഡ്, ഡബിൾ സിംഗിൾ സ്റ്റാപ്പ് ബട്ട് ജോയിന്റ് ആയി. അതേപോലെ ഈ ഒരു കേസിൽ ഞാൻ രണ്ട് റിവറ്റ് കൊണ്ടുവന്നാൽ ദിസ് ബിക്കംസ് ഡബിൾ റിവറ്റഡ് ഡബിൾ സ്റ്റാപ്പ് ബട്ട് ജോയിന്റ്. ഓക്കെ, രണ്ട് സൈഡിലും കൊണ്ടുവന്നാൽ ഡബിൾ റിവറ്റഡ് ആവും. റൈറ്റ്, സോ ഇതൊക്കെയാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിന്റ്സിൽ വരുന്നത്. റൈറ്റ്, ഓക്കെ. നൗ റിപ്പീറ്റഡ് ജോയിൻസിന്റെ കേസിൽ നമുക്കൊരു പ്ലോട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു നോ സം ബേസിക് നൊട്ടേഷൻസ് ആണ് അല്ലെ. അതിന്റെ ബേസിക് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ബേസിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനുണ്ട്. ഓക്കെ, സോ ഹിയർ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ, ഇതാണ് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ്. ഓക്കെ, സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് കേസിൽ യു ക്യാൻ സി ഒരു സിംഗിൾ റോയിലാണ് റിവറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so we can see these are also different classifications, right? Okay, now ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് കേസ് കാണും. ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്, ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടുള്ള കേസാണ്. പക്ഷെ ഡബിൾ റിവറ്റഡ് ആണ്, രണ്ട് റോല് റിവറ്റിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ചെയിൻ റിവറ്റിംഗ് എന്ന് പറയും. കാരണം രണ്ടും പാരലൽ ആയിട്ടാണ് ഉള്ളത് അല്ലെ, രണ്ടും നിയർ ബൈ ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു കേസ് നമ്മൾ ചെയിൻ റിവറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. എന്താണ്? അതാണ് സിക്സാഗ് റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സിക്സാഗ് റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് സൈഡ് ആയിരിക്കില്ല, എന്തായിരിക്കും, രണ്ടും ഒരു ഒരു സിക്സാഗ് ഫാഷനിലായിരിക്കും ഇവിടെ റിവറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിന്റ് ഇസ് കോൾഡ് സിക്സാഗ് റിവറ്റിംഗ്. ഓക്കെ, ഇതും ഒരു ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്, ഡബിൾ റിവറ്റഡ് തന്നെയാണ്, പക്ഷെ സിക്സാഗ് റിവറ്റിംഗ് ആണ് ഈ ഒരു കേസിലുള്ള. ഈ ഒരു കേസിൽ ചെയിൻ റിവറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെർമിനോളജി യു നീഡ് ടു check whether it is a chain riveting or a zigzag riveting. Right. Okay, അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഇതിലെ പല ടെർമിനോളജീസ്. നൗ യു കൻ സി ഇവിടെ ഒരു എം മാർക്ക് ചെയ്ത് കാണും അല്ലെ. ഇത് ഈ എം എന്ന് പറയുന്നത് ഇസ് കോൾഡ് മാർജിനൽ പിച്ച് എന്ന് പറയും. ഓക്കെ, മാർജിനൽ പിച്ച്. ഓക്കെ, ആൻഡ് ദിസ് എം ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1.5 d ആയിരിക്കണം അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ എപ്പോഴും പ്ലോട്ട് ചെയ്യുമ്പോൾ മാർജിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ നിന്ന്, ഓക്കെ,
പിന്നെ പ്ലേറ്റിന്റെ എൻഡ് നിന്ന് ഫസ്റ്റ് റിവറ്റിലേക്കുള്ള അല്ലെങ്കിൽ ആദ്യത്തെ റോയിലെ റിവറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാർജിനൽ പിച്ച് എന്ന് പറയാം. ഓക്കെ, അതൊരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത് ടിയർ ചെയ്ത് പോകും. ഓക്കെ, ആ ടിയറിംഗ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ it should have a minimum distance, and that minimum distance is 1.5 times d, where d is the diameter of rivet. ഓക്കെ, ഇനി നമുക്കൊരു ഒരു കേസിൽ റിവറ്റ് പ്ലോട്ട് ചെയ്യണം. നമുക്ക് എന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ ആദ്യം റിവറ്റിന്റെ ഡയമീറ്റർ അറിയണം, പിന്നെ എന്ത് ചെയ്യണം, തൊട്ടടുത്ത റിവറ്റ് ഞാൻ എവിടെ, പിന്നെ അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് ഞാൻ ഇവിടുന്ന് എൻഡിൽ നിന്ന് കീപ്പ് ചെയ്യണം, അതാണ് മാർജിൻ. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ ഞാൻ ആദ്യത്തെ റിവറ്റ് എനിക്ക് ഡയമീറ്റർ കിട്ടി, ഫസ്റ്റ് പൊസിഷനും കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ റിവറ്റ് അടിക്കാം. ഓക്കെ, പിന്നത്തെ ചോദ്യം ചോദിച്ചാൽ അടുത്ത റിവറ്റ് ഞാൻ എവിടെ അടിക്കും, അല്ലെ, ആ ഡിസ്റ്റൻസ് എനിക്ക് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദിസ് പിച്ച്. ഓക്കെ, പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് റിവറ്റ്സ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് റിവറ്റ്സ് ആണ് പിച്ച്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിവറ്റ് വരക്കാം. ഓക്കെ, പിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയാം. ഓക്കെ, സോ യു കൻ ഡിറ്റർമിൻ ദ, അപ്പോൾ പിച്ച് കിട്ടിയാൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. സോ ഇൻ ഷോർട്ട്, യുവർ പിച്ച് ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് റിവറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പിച്ച് അറിയാമെങ്കിൽ എനിക്ക് അടുത്ത റിവറ്റും വരക്കാം. ഓക്കെ, അപ്പോൾ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് കേസിലാണെങ്കിൽ എനിക്ക് മാർജിനും അതുപോലെ ഡയമീറ്റർ ഓഫ് ദ റിവറ്റും പിച്ചും അറിയാമെങ്കിൽ എനിക്ക് ത്രൂ ഔട്ട് കംപ്ലീറ്റ് റിവറ്റ് വരക്കാം. ഓക്കെ, ഇനി ആൻഡ് അഗെയിൻ യു നീഡ് ടു ഓൾസോ നോ ദ ലെങ്ത്, എത്രത്തോളം ഓവർലാപ്പ് ലെങ്ത്തും കൂടെ അറിയാമെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഓവർലാപ്പ് ലെങ്ത്തും കൂടെ അറിഞ്ഞാൽ എനിക്ക് ഈ കംപ്ലീറ്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. ഇനി നേരെ മറിച്ച് ഡബിൾ റിവറ്റിംഗിന്റെ കേസിൽ വന്നാൽ എന്തൊക്കെ അറിയണം, ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് അറിയണം, പിച്ച് എന്താണെന്ന് അറിയണം, അത് കൂടാതെ എന്ത് വേണം, അടുത്ത റോ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നുള്ളതും കാര്യം കൂടെ അറിയണം, അല്ലെ. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ദിസ് PB എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഇസ് ബാക്ക് പിച്ച്. ഓക്കെ, ഇതിനാണ് ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ദിസ് ഡിസ്റ്റൻസ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്. അതും എങ്ങനെ കാണാം എന്നുള്ളത് പറയാം. സോ ദിസ് ടേം ഇസ് കോൾഡ് ബാക്ക് പിച്ച് ആൻഡ് ദിസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു റോസ്. അഗൈൻ ഇത് ചെയിൻ റിവറ്റിംഗിന്റെ കേസ്. സിഗ്സാഗ് റിവറ്റിംഗ് ആണെങ്കിൽ എന്ത് വേണം, ഈ ഡയഗണൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയണം, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡയഗണൽ പിച്ച്. ഓക്കെ, PD എന്ന് പറഞ്ഞാൽ ഡയഗണൽ പിച്ച്. ഓക്കെ, എങ്ങനെ PD കാണാം എന്നുള്ളതും പറയാം. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ടേംസ്. എങ്ങനെ കാണാമെന്ന് വെച്ചാൽ, സി ദ ഡയമീറ്റർ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ദിസ് ഇക്വേഷൻ 6√T എന്ന് പറഞ്ഞ ഇക്വേഷൻ. നോർമലി തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് തന്നിട്ടുണ്ടാവും, തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ്. ഓക്കെ, thickness of plate കിട്ടിക്കഴിഞ്ഞാൽ you can find the diameter using 6√T relation. It is called Unwin's formula. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിച്ച് കാണണമെങ്കിൽ 3 times ഡയമീറ്റർ എടുത്താൽ 3 into D. ഈ സിമ്പിൾ ആണ്, 3D എടുക്കുക, you can find the pitch. ഓക്കെ, പിന്നെ ട്രാൻസ്വേഴ്സ് പിച്ചിന്റെ കേസിലാണ്, സിക്സാഗ് റിവറ്റിംഗ് ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് പിച്ച് ഓർ ബാക്ക് പിച്ച്, അല്ലെ, ബാക്ക് പിച്ചിന്റെ കേസിൽ you can find it using this relationship 0.6 P to 2D or 2D, ഇതിൽ ഏത് റിലേഷൻഷിപ്പ് വേണമെങ്കിലും എടുക്കാം, and find the PT. ചെയിൻ റിവറ്റിംഗ് ആണെങ്കിൽ ഇതാണ് അതിന്റെ റിലേഷൻ, 0.8 P or 2D plus 6. Again diagonal pitch കാണാൻ 2P plus D divided by 3 is the relationship. ഇത് substitute ചെയ്യുക, find this value and then plot. Similarly butt strap ന്റെ കേസിൽ thickness of the butt strap കാണാൻ ഇതാണ് relationship, where T is the thickness of the plate. Okay, plate thickness ആണ് T. Okay, marginal distance is 1.5D and angle of the beveled edge is 10 degree. Okay, ഈ ടേബിളിലെ വാല്യൂസ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ടേബിൾ ആണ് നമ്മുടെ റെഫറൻസ്, ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് വേണം ഡിഫറെന്റ് എന്താ പറയാ, ടേബിൾ റെഫർ ചെയ്തിട്ട് വേണം പിന്നെ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. റൈറ്റ്, ഇത് കൂടാതെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു, അത് ലെങ്ത്, ഓവർലാപ്പ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, ഓവർലാപ്പ് ലെങ്ത് കാണാൻ എന്ത് ഇക്വേഷൻ എടുക്കണം എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, സി ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഓവർലാപ്പ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ഇവിടെ തരാം. സോ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഓവർലാപ്പ് ലെങ്ത് ഈസ് L is equal to 1.5D plus transverse pitch PT plus 1.5D. Okay, ഇതെടുത്തു കഴിഞ്ഞാൽ you can find out the length of overlap. Now single riveted ആണെങ്കിൽ ഈ PT അവിടെ ആബ്സെന്റ് ആയിരിക്കും, 1.5D plus 1.5D എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, 3D എടുക്കണം, അത്രേ ഉള്ളൂ. റൈറ്റ്, ഓക്കെ. നൗ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലോട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ,
സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വളരെ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റും ആണ്. ഓക്കെ, സോ ഹിയർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഡ്രോ two views of a single riveted lap joint. Yes, lap joint ആണ് for 16 mm thick plate. Okay, so thickness is 16 mm thick plate. Show at least 3 rivets in plan and indicate all dimensions in terms of diameter of the rivet. Use the snap head rivet. Okay, snap head rivet ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ നമുക്കിവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, വൺസ് യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ്, ഇത് തിക്നെസ് ഇസ് 16 mm. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കേസ് എന്താ, സിംഗിൾ റിവറ്റഡ് ആണ് വരേണ്ടത്, സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്. ഓക്കെ, സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്. ഓക്കെ, സോ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആകുമ്പോൾ തന്നെ എന്ത് വേണം, യു നീഡ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദ ഓവർലാപ്പ് ലെങ്ത് തരണം, മാർജിൻ എത്ര തരണം, ഡയമീറ്റർ എത്ര തരണം, ആ ഒരു ഓർഡറിൽ വേണം പോകാൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം, ഫൈൻഡ് ദ ഡയാമീറ്റർ ഓഫ് ദ റിവറ്റ്. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാലേ ബാക്കി എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് യൂസിങ് 6√T ഇക്വേഷൻ. ഓക്കെ, തിക്നെസ് അറിയാം, സോ യൂസിങ് ദിസ് ഇക്വേഷൻ ഫൈൻഡ് ദ ഡയമീറ്റർ. സെക്കൻഡ് സ്റ്റെപ്പ്, ആ ഡയമീറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതാണ് 6√T, 6√16 into 24 mm കിട്ടി. സോ സെക്കൻഡ് ഈസ് ടു ഫൈൻഡ് ദ പിച്ച്. ഓക്കെ, പിച്ച് വാല്യൂ കിട്ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, get it as pitch is equal to 72 എന്ന് കിട്ടി. തേർഡ് സ്റ്റെപ്പ് is to find the marginal distance 1.5D ആണ്. ലെങ്ത് ഓഫ് ഓവർലാപ്പ് കാണാൻ എന്തായാലും 1.5D പ്ലസ് ട്രാൻസ്വേഴ്സ് പിച്ച് പ്ലസ് 1.5D ആണ്. പക്ഷെ ഇവിടെ ട്രാൻസ്വേഴ്സ് പിച്ച് ഇല്ല, കാരണം സിംഗിൾ റിവറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 3D കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വിൽ ഗെറ്റ് 72 എന്ന് വെച്ചാൽ എല്ലാ ഡയമെൻഷൻസും കിട്ടി. ഇനി ഇത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ തുടങ്ങാം. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ ആണ്, ഇതാണ് ടോപ്പിൽ വരക്കേണ്ടത് അല്ലെ. നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂ ഇവിടെ പ്ലോട്ട് ചെയ്യണം. റൈറ്റ്. സോ ഫ്രണ്ട് വ്യൂവിന്റെ കേസിൽ യു ഹാവ് 2 പ്ലേറ്റ്. കറക്റ്റ് തിക്നെസ് നോക്കുക. സോ തിക്നെസ് ഇവിടെ തന്നിട്ടുണ്ട്, തിക്നെസ് എത്ര, 16 mm ആണ്. 16 mm തിക്നെസ്സിൽ ഡ്രോ ദ ഫസ്റ്റ് പ്ലേറ്റ്. ഓക്കെ, ഫസ്റ്റ് പ്ലേറ്റ് പ്ലോട്ട് ചെയ്യാം, 16 mm തിക്നെസ് ഉള്ള പ്ലേറ്റ്. ഓക്കെ, സി ഈ ഒരു ലെങ്ത് എടുക്കുന്ന കേസിൽ ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് അറിയില്ല, നമുക്ക് ഏതാണ്ട് ഒരു ഏകദേശം ലെങ്ത് ഇവിടെ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എഗെയിൻ, കാരണം അതാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സിമിലർലി ഇവിടുത്തെ കേസിൽ 16 mm തിക്നെസ് ഉള്ള അടുത്ത പ്ലേറ്റും കൂടെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എൻ പോയിന്റിൽ എൻഡ് ആംഗിൾ ഇസ് 10 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിരിക്കണം ഈ ഒരു ആംഗിൾ. ഓക്കെ, 10 ഡിഗ്രി ഇസ് ദ ആംഗിൾ, 10 ഡിഗ്രി. ഓക്കെ, അതുപോലെ ഇവിടെയും ആംഗിൾ ഇസ് 10 ഡിഗ്രി. റൈറ്റ്. അപ്പോൾ അത് ഫസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ത് വേണം, ടേക്ക് മാർജിൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇവിടുന്ന് മാർജിൻ ഡിസ്റ്റൻസ് എടുക്കാം. മാർജിൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മാർജിൻ ഇസ് 24 mm. അപ്പോൾ ഈ എൻഡിന്ന്, ഈ ലാസ്റ്റ് എൻഡിന്ന് ടേക്ക് ദ മാർജിനൽ ഡിസ്റ്റൻസ് എം. ഓക്കെ, എം വാല്യൂ എടുക്കുക. എം വാല്യൂ കിട്ടുന്ന പോയിന്റിലായിരിക്കണം നമ്മൾ ആക്സിസ് വരേണ്ടത്, സെൻട്രൽ ആക്സിസ്. ഓക്കെ, സോ വൺസ് യു ഗെറ്റ് ദ ആക്സിസ്, പിന്നെ എന്താ, ഡയമീറ്റർ അറിയാം, ഡയമീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് റിവറ്റ് പ്ലോട്ട് ചെയ്യാം. ഡയമീറ്റർ അറിയാം, ആ ഡയമീറ്റർ 2 പോയിന്റും കണ്ടെത്തുക, അല്ല ഷാങ്ക് ഓഫ് ദ റിവറ്റ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഷാങ്ക് ഓഫ് ദ റിവറ്റ് പ്ലോട്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് ഡ്രോ ദ അപ്പർ പോർഷൻ ആസ് വെൽ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് റിവറ്റ് കംപ്ലീറ്റ് ആവും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിന് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ലാപ്പ് ജോയിന്റ് ആണ്, സിമിലർലി ലാപ്പ് ജോയിന്റ് ആണ്. സിമിലർലി സെക്കൻഡ് പ്ലേറ്റിന് ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പ്ലേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. നൗ അറ്റ്ലീസ്റ്റ് നമ്മളോട് പറഞ്ഞത് 3 റിവറ്റ് എങ്കിലും വരക്കണം എന്നുള്ളതാണ് അല്ലെ. സോ സ്റ്റാർട്ട് വിത്ത് സെൻട്രൽ ആക്സിസ്, അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. വൺ പോയിന്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് റിവറ്റിനെ പ്ലോട്ട് ചെയ്യുക, ഫസ്റ്റ് റിവറ്റ്. ഓക്കെ, ഫസ്റ്റ് ഡയമീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് റിവറ്റ് പ്ലോട്ട് ചെയ്യുക. റൈറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുക, ടേക്ക് ദ പിച്ച് ഡിസ്റ്റൻസ്. നമുക്ക് പിച്ച് വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടേക്ക് ദ പിച്ച് വാല്യൂ പി. ഓക്കെ, പിച്ച് വാല്യൂ എടുക്കുക, സെന്റർ പോയിന്റ് കിട്ടും, സെന്റർ പോയിന്റ് വെച്ചിട്ട് അടുത്ത റിവറ്റ് പ്ലോട്ട് ചെയ്യുക. അഗെയിൻ ഫ്രം ഹിയർ ടു ഹിയർ ടേക്ക് ദ നെക്സ്റ്റ് പിച്ച് ഡിസ്റ്റൻസ് ആൻഡ് ഡ്രോ ദ നെക്സ്റ്റ് റിവറ്റ്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, അതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇന്നർ ഔട്ട് ഇത് കാണിക്കുന്ന ടെയിലിന്റെ ഡയമെൻഷൻ കാണിക്കാനാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് ദ ഫിഗർ ആസ് ഇറ്റ് ഈസ് ഷോൺ ഓവർ ഹിയർ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ഞാൻ പറയാം. സെക്കൻഡ് പ്രോബ്ലം ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ദ സെക്ഷണൽ വ്യൂ ഡ്രോ യൂസിങ് 1:2 സ്കെയിൽ. ഓക്കെ, ദ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ and the of a double riveted. Yes, ഇതൊരു ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആയി ഹാവിംഗ് 20 mm thickness. ഓക്കെ,
അപ്പോൾ thickness of the plate is 20 mm. ഡബിൾ റിവറ്റഡ് ആണ് വരക്കേണ്ടത്. ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ആണ്. അഗൈൻ ലാബ് ജോയിന്റ്. ഓക്കെ. ഡ്രോ അറ്റ്ലീസ്റ്റ് 3 rivets in the room. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 റിവറ്റ് എങ്കിലും വരക്കണം. റൈറ്റ്. സോ ഹിയറും ഇതും സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് തിക്നെസ് തന്നിട്ടുണ്ട്, അതിനെന്ത് ചെയ്യുക? ഡയമീറ്റർ കണ്ടുപിടിക്കുക യൂസിങ് ദ ഇക്വേഷൻ 6√t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയമീറ്റർ കിട്ടും. പിന്നെ പിച്ച് കാണുക യൂസിങ് 3d. അതേപോലെ മാർജിൻ 1.5d. ലാസ്റ്റ് ലെങ്ത്തും കണ്ടുപിടിക്കുക. ലെങ്ത്തിന്റെ ഇക്വേഷൻ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് കണ്ടെത്താം. ലെങ്ത് കണ്ടെത്താൻ എന്ത് വേണം? 1.5d പ്ലസ് ട്രാൻസ്വേഴ്സ് പിച്ച് പ്ലസ് 1.5d. അഗൈൻ ഇത് മാത്രം പോരാ, ട്രാൻസ്വേഴ്സ് പിച്ച് അല്ലെങ്കിൽ ബാക്ക് പിച്ചും കൂടെ കാണണം യൂസിങ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഓക്കെ, അത് സെലക്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ. എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലോട്ട് ചെയ്യുക. ആദ്യം 2 പ്ലേറ്റ് വരക്കുക ഫ്രണ്ട് വ്യൂല്. പ്ലേറ്റ് വരച്ചതിന് ശേഷം ഈ ആംഗിൾ ഒക്കെ മാർക്ക് ചെയ്ത് എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? മാർജിൻ ഡിസ്റ്റൻസ് എടുക്കുക. മാർജിൻ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആക്സിസ് കിട്ടും. ഷാങ്ക് വരക്കുക, റിവറ്റിനെ കംപ്ലീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? പിന്നെ എന്ത് എടുക്കുക? ട്രാൻസ്വേഴ്സ് പിച്ച് 2d + 6. ഓക്കെ, ട്രാൻസ്വേഴ്സ് പിച്ച് എടുക്കുക. സെക്കൻഡ് ആക്സിസിന്റെ സെന്റർ പോയിന്റ് കിട്ടും. അവിടെ അടുത്ത റിവറ്റ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വേണം ടോപ്പ് വ്യൂ വരക്കാൻ. ടോപ്പ് വ്യൂ വരക്കുന്ന സമയത്ത് ആക്സിസിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക. ഫസ്റ്റ് ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിന് ഡയമീറ്റർ വരക്കുക, പിച്ച് ഡിസ്റ്റൻസ് എടുക്കുക, ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ റോ കൂടെ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ അതിന്റെ അതേപോലെ തന്നെയുള്ള ടോപ്പ് വ്യൂ അവിടെ പ്ലോട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് അടുത്തത്. സിമിലർലി വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ടൈപ്പ് തന്നെയാണ്, പക്ഷേ ഇതിൽ 6 ആഗ് റിവറ്റിംഗ് വരും. ഓക്കെ, ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് വിത്ത് 6 ആഗ് റിവറ്റിംഗ് ആണ്. അപ്പോൾ ഇതൂടെ കംപ്ലീറ്റ് ചെയ്യാം. റൈറ്റ്. ഇനി ഇത് കൂടാതെ ഇത് ഇനി എങ്ങനെ ചാർട്ടിൽ വരക്കുന്നത് ചോദിച്ചാൽ ജസ്റ്റ് ഒരു സാമ്പിൾ അതും കൂടെ പറയാം. ഓക്കെ, സോ ഇത് നമ്മളൊരു കംപ്ലീറ്റ് ചാർട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലുള്ള A2 ചാർട്ട് ആണ് ഇതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബോർഡർ വരക്കണം. എത്ര നേരത്തെ പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 20 mm ഡിസ്റ്റൻസ് എടുത്ത് ഇവിടുന്ന് 20, ടോപ്പിലൊക്കെ 10, ഇവിടെയും 10, bottom also 10, right? Bottom portion 10, and then ഇവിടെ ടൈറ്റിൽ ബ്ലോക്ക് വരക്കുക. and here all dimensions are in mm. all dimensions are in mm. okay, അടുത്ത ടൈറ്റിൽ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യാം. ടൈറ്റിൽ ബ്ലോക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. റൈറ്റ്, ഇല്ല സിമ്പിളൊക്കെ വരച്ച് ടൈറ്റിൽ ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്യാം. നെയിം ചെയ്ത ഡ്രോയിങ് ഓക്കെ, ഇത് 20 mm ആണ്. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ കംപ്ലീറ്റ് സ്റ്റെപ്പോ കാര്യങ്ങളോ ക്വസ്റ്റ്യനോ ഒന്നും ചാർട്ടിൽ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. എന്നിട്ട് ഇവിടെ ഫൈനൽ സൊല്യൂഷൻ വരക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ ഫസ്റ്റ് സിംഗിൾ റിവറ്ററിന്റെ കേസ് ആണെങ്കിൽ അത് വരക്കുക. ഓക്കെ, ഫസ്റ്റ് സിംഗിൾ റിവറ്റർ ആയിട്ടുള്ള കേസ് ഇതിവിടെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇത് പ്ലോട്ട് ചെയ്യാം. സിമിലർലി സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്തൊരു സ്പേസ് എടുക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ വരക്കുക, തേർഡ് ക്വസ്റ്റ്യൻ എടുക്കുക, ആ തേർഡ് ക്വസ്റ്റ്യൻ പ്ലോട്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യണം. ഡോട്ടഡ് ലൈൻസ് ഒക്കെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് തന്നെ ഉണ്ടാവണം. ഡാർക്ക് ലൈൻസ് നല്ല ഡാർക്ക് തിക്ക് ഷീറ്റ് പെൻസിലിന്റെ നല്ല ഷാർപ്പ് എഡ്ജസ് വെച്ച് നല്ല ഡാർക്ക് ആയിട്ട് തന്നെ വരക്കണം. പിന്നെ അതുപോലെ ഡോട്ടഡ് ലൈൻസ് അതുപോലെ വരക്കണം. പിന്നെ കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ ലൈറ്റ് ആയിട്ട് വരക്കണം. ഇപ്പോൾ റിവറ്റ് വരക്കുന്ന സമയത്ത് നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ലൈൻ വരും അല്ലെ. കൺസ്ട്രക്ഷൻ ലൈനിൽ വളരെ ലൈറ്റ് ആയിട്ട്, അങ്ങനെ എടുത്ത് കാണിക്കരുത്, വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാവണം, അത് മായ്ച്ച് കളയും ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ പ്ലോട്ട് ചെയ്തെന്നാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ലൈൻസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, സോ ബാക്കിയെല്ലാം ഡാർക്ക് ലൈൻസ് ആയിട്ട് വരക്കുക. എന്നിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ പ്ലോട്ട് ചെയ്യുക. വേറെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. എല്ലാം ഇൻ ടേംസ് ഓഫ് ഡി എല്ലാം റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ് അതിന്റെ ആൻസർ തന്നിട്ടുള്ളത് അതേപോലെ തന്നെ മെയിൻ ഡയമെൻഷൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് ഡി ആണ് എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളത്. ഇൻ ടേംസ് ഓഫ് ഡി തന്നെ എല്ലാം റെപ്രസെന്റ് ചെയ്യുക. സോ സൊല്യൂഷനും ഈ തന്ന ക്വസ്റ്റ്യനിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ സൊല്യൂഷൻ അവിടെ വരച്ചു വെക്കുക. ഓക്കെ, so that's it. If any issues ഉണ്ടെങ്കിൽ you can contact me. So thank you.